ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് രാവിലെ തന്നെ നല്ലൊരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. കൊയല മീൻ, കൊയല ഇതേണ്ട. ഓ, എന്തോരം നീളമല്ലേ! വലിയ കൊയല, എത്ര നീളമുണ്ട് കൊയല മീൻ. എത്ര ഒരു മീറ്റർ ഉണ്ടാവില്ല, അധികം കൊണ്ടില്ലേ ഇത്? തലേന്ന് കടിച്ചേച്ച് തള്ളാണ് കണ്ട. ഇത് രാവിലെ തന്നെ കിട്ടിയാണ്. ഫ്രഷ്, നല്ല ഫ്രഷ് മീൻ. എത്ര നീളമുണ്ട്. ഞങ്ങളിവിടെ കുഴല മീൻ എന്നാണ് പറയുക. ഇത് ചുണ്ട് കണ്ട, ഇങ്ങനെ നീണ്ടിരിക്കുന്നുണ്ടാന്ന് കുഴലാന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല മാംസമാണ് ഇതിന്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. വേണ്ട, എന്താ. അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. മുറിക്കേ, ആഹാ, എങ്ങനെ മീൻ മുറി നടക്കുകയാണ് ഗൈസ്. അതിൻ്റെ ചിറകെല്ലാം വെട്ടാൻ പോവാ. അത്ര കൊണ്ട് എളുപ്പമാണല്ലോ വെട്ടെ. അത്ര നീളാന്ന് നോക്കിയ മീന്. ഇതെത്ര കിലോനാണോ? അങ്ങനെ അതിൻ്റെ മുള്ളും അരികത്തുള്ള മുള്ളൊക്കെ മുറിച്ച് കളഞ്ഞേട്ടോ. അതിനിതാ നെടുക മുറിക്കാൻ പോവാ. നമ്മൾ ചെറിയൊരു കത്തി എടുത്തിട്ട് എന്ത് ചെയ്ത് അതിൻ്റെ എന്താ ചെതുമ്പലുണ്ടല്ലോ, ചെതുമ്പലൊക്കെ ചിരണ്ടി കളയുക. വലിയ മീനായതുകൊണ്ട് മുറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ചെറിയ കത്തിയെടുത്ത് ചെതുമ്പലുണ്ടോ, അങ്ങനെ കാണുന്നുണ്ടോ? അത് കണ്ടോ? അങ്ങനെ ആക്കുമ്പോൾ തന്നെ ചെതുമ്പലൊക്കെ വരുന്നുണ്ട്. സൂപ്പറായിട്ട് ചെതുമ്പൽ തോന്നുന്നു. ദേശം നല്ല മുട്ടയുണ്ട് കേട്ടോ. അതാ വലിയ മുട്ട, മീൻ മുട്ട ഉണ്ടോ? ഇത് രണ്ടാഴ്ച കഷ്ണമായി പോവുക. വലിയ മുട്ടയുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യാന്ന് വെച്ചെടുത്തിട്ടേക്കുക. അങ്ങനെ നമ്മളെ മീൻ വെട്ടി മുറിക്കണേ. നല്ല മാംസം ഉണ്ടല്ലേ. വായ ഒന്ന് പറഞ്ഞൂടെ, മുറിക്കൂടെ. നമ്മൾ 2 കഷ്ണാക്കി കേട്ടോ. വലിയ 2 കഷ്ണമാണ്. ഇത് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ചെറുതായിട്ട് അങ്ങനെ വലിയ മുള്ളൊന്നും ഇല്ല ഈ മീൻ, ചെറിയ മുള്ളുണ്ട്. പക്ഷെ കറിയൊക്കെ നല്ല ടേസ്റ്റാണ്. പൊരിച്ചാൽ ഞാൻ പൊരിച്ച് കഴിച്ചിട്ടില്ല.
കറി വെച്ചിട്ട് ഇന്നൊന്ന് പൊരിച്ച് നോക്കണം, ഇത് അങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഇത് എത്ര കിലോ ഉണ്ടായിരുന്നു? 1,600. ഇത് നമ്മുടെ മീനെല്ലാം മുറിച്ചതാ, ഇത്രയുണ്ട് കേട്ടോ. 1,600 ഉണ്ടായിരുന്നു ഇത് മേടിക്കുമ്പോൾ. മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇതെല്ലാം പോയി കഴിയുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, എന്നാലും നല്ലോണം ഉണ്ട് കേട്ടോ മീൻ. അപ്പോൾ ഇതിന് പൊരിക്കുകയും കറി വയ്ക്കുകയും ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് മീൻ കൂട്ടുന്നത് കേട്ടോ, കുടല മീൻ. ഇപ്പോൾ ചുണ്ട് താടാ മീൻ്റെ ഇതുണ്ടോ, മീൻ്റെ ചുണ്ട് കണ്ടതാ. ഇതിങ്ങനെ ചുണ്ട് നീണ്ടതായതുകൊണ്ടാണ് ഇതിന് ഞങ്ങളിവിടെ കുടല മീനെന്ന് പറയുന്നത്. കുഴൽ പോലെ ഇരിക്കുന്നുണ്ട് കണ്ടാ. അപ്പോൾ ഇത് കാണുന്നവർ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. മീൻ നമ്മളിതാ മീനൊക്കെ മുറിച്ച് കഴുകി നല്ല വൃത്തിയിൽ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വറക്കാനെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ എണ്ണ ഇതാ ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഇനിച്ചിരി കടുക് എടുത്തിടാൻ പോവാണേ. കുറച്ച് കടുക് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഉലുവയും കൂടി ഇടുന്നുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഉലുവ ഒന്ന് ചുമന്ന് വരണം. ഉലുവയും ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. ഇവിടെ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചായിരുന്നു. ഇഞ്ചി ഇട്ടിട്ടില്ല. ഞാൻ ആദ്യം ഇതൊന്ന് വഴറ്റിയിട്ട് ഇഞ്ചി ഇടാൻ വരുന്നു. ഇല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ ഒരു കരിഞ്ഞ കുറച്ചും കൂടി ചൂടധികം ഒരുമാതിരി ചുവയുണ്ടാവും. ഞാൻ ഈ കറിക്കൊന്നും തക്കാളി ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ കറി അധികം വന്നു കഴിഞ്ഞാൽ കുറച്ച് 2-3 ദിവസത്തേക്കൊന്നും വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് ചൂട് കാലാവസ്ഥയല്ലേ. ഞാൻ പിന്നെ ആ തക്കാളി ഇടുന്നില്ല, പുളി മാത്രം ഒഴിച്ച് ഇട്ട് കറി വെക്കാമെന്ന് വെച്ച്. ചെറിയ പച്ച മണമൊന്ന് വാടട്ടെ. ഉള്ളി ഒന്ന് വാടുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും കൂടി കൊടുക്കും. ഇഞ്ചി നല്ലോണം ഒന്ന് വാടട്ടെ. പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കുടംപുളിയാണ് ചേർക്കുന്നത്. ഞങ്ങളിവിടെ മീൻ കറിക്ക് കുടംപുളി കുടംപുളി തന്നെയാണ് ഉപയോഗിക്കുക. ഇത് 2 വലിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വാടി ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി കുരുമുളക് പൊടി ഇടുവാണ്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം. മല്ലിപ്പൊടി എടുക്കുന്നില്ല. കറിക്ക് മല്ലിപ്പൊടി ഇടുന്നില്ല. സാധാരണ ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കാറുണ്ട് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ. എന്തൊരു വയറിന് ഒരു ഗ്യാസിന് ചെറിയൊരു പ്രശ്നം. അപ്പോൾ ഞാൻ പിന്നെ മല്ലിപ്പൊടി നിർത്തി വെക്കാമെന്ന് വിചാരിച്ചു. ചില സമയത്ത് നമുക്ക് വയറിന് മല്ലിപ്പൊടി നല്ലതല്ല കേട്ടോ.
ആ വയറിനുള്ള പ്രശ്നമുള്ള സമയത്ത് നമ്മൾ മല്ലിപ്പൊടി ഒന്ന് ഒഴിവാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കുഴപ്പമില്ലാത്തവർക്ക് ഉപയോഗിക്കാം. എനിക്ക് 2-3 ദിവസമായിട്ട് എന്തോ ചെറിയൊരു പ്രശ്നം, അങ്ങനെ ഞാൻ അതുകൊണ്ടൊന്ന് ഒഴിവാക്കിയതാണ്. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചതാ, ആ വാട്ടിയ പൊടിക്കിൽ വെള്ളം ഒഴിച്ച്, ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടോ. നേരത്തെ വെള്ളം തിളപ്പിച്ച് വെച്ചായിരുന്നു. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറി കൊള്ളില്ല. എന്നിട്ട് പുളിയിട്ട് ഇനി കുറച്ച് ഉപ്പിടി എടുത്ത് കൊടുക്കണം. മോടി വറുത്തൊന്ന് ഉള്ളിലോട്ട് കയറണം. അങ്ങനെ ഉപ്പിട്ട് നന്നായിട്ട് തിളച്ച് വന്ന് ഉള്ളിയും പച്ചമുളകൊക്കെ ഈ പുളിയൊക്കെ ഒന്ന് നല്ലോണം ഇറങ്ങുന്ന വരെ തിളപ്പിക്കണം. അങ്ങനെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ്. ഈ പാത്രത്തിലാണ് മീനിരിക്കുന്നത്. ഞാൻ എപ്പോഴും തിളച്ചതിന് ശേഷം മാത്രമേ മീനിടാറുള്ളൂ. ഞാനൊന്നല്ല, എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ മീൻ അതിനകത്തിട്ടങ്ങ് കറി വെക്കത്തില്ല. അങ്ങനെ വെക്കും, അത് വേറൊരു രീതിയിൽ. വലിയ മീൻ, ഇങ്ങനത്തെ മീനൊക്കെ നമ്മൾ എണ്ണ വാട്ടി വെക്കുമ്പോൾ നമ്മളിങ്ങനെ തന്നെയാണ് വെക്കുക. ഇട്ടെടുത്ത് നമുക്ക് അടച്ചും കൂടി ഉപയോഗിക്കാം. നമ്മൾ കുറച്ച് മീൻ വറക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാനത് നെടുക മുറിച്ചിട്ടുണ്ട്, വരയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ അതോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട്, അയ്യോ ഉപ്പ് ഒരു കഷ്ണം അങ്ങ് വീട് പോയി. ഇച്ചിരി ഉപ്പിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു തുള്ളി വെളിച്ചെണ്ണ കേട്ടോ മതി. ഇനി കുറച്ച് കയ്യിൽ ഇച്ചിരി വെള്ളവും കൂടി കുറച്ചിട്ട് നമുക്ക് നല്ലോണം കുഴയ്ക്കാം. നല്ലോണം കുഴച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം. ഒരു പൊടിക്ക് ഉപ്പും കൂടി വേണം. കുറച്ചും കൂടി ഉപ്പിട്ട് നമ്മൾ നല്ലോണം കുഴക്കുക. ഭയങ്കര എരിയും മുളകിന്. നമ്മളോരോന്ന് മീനെടുത്ത് വറക്കിനകത്ത് കൊടുത്ത് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. മസാല പുരട്ടുക. നല്ല മാംസമുള്ള മീനാണ്. അതിൽ കുറച്ച് സമയം നമ്മളിത് വെക്കണം. ഈ ചുണ്ട് നീണ്ട മീനെ കുറച്ച് നല്ല മാംസമുള്ള, കുറച്ച് നല്ല മാംസമുള്ള മീനായിരുന്നു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം തന്നെ എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിടിക്കാനൊരു എരിവും പുളിയൊക്കെ പിടിക്കുക എന്നുള്ളത് കുറച്ച് പണിയായിരിക്കും. നമുക്കിത് എടുത്ത് വെക്കാം. ഒരു 10-20 മിനിറ്റ് വെക്കാം. അതിന് ശേഷം നമുക്കിത് പൊരിച്ച് അല്ലെങ്കിൽ വറുത്തിട്ടെടുക്കാം. ഞങ്ങളിവിടെ പൊരിക്കെന്ന് പറയും, ചിലയിടത്ത് വറക്കെന്ന് പറയും. നമ്മുടെ കറി റെഡി ആയിരിക്കുന്നു. അടിപൊളിതാ. എന്താ കഷ്ണമൊക്കെ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? അയ്യോ ഇതാ ഞാൻ ഇച്ചിരി ചാറ് അധികം വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് കുറച്ച് ചാറ് കൂട്ടിയാണ് വെച്ചത്. ചാറ് അധികം പറ്റിച്ചില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചുണ്ട് നീണ്ട നമ്മുടെ കൊയല മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും.